ജീവിതം മാറ്റാൻ ഒരു റബ്ബർ ബാൻഡ് മതി. കേൾക്കുമ്പോൾ തോന്നും ഇതെന്താ വല്ല മാജിക് ആണോ എന്ന്. ഇത് മാജിക് ഒന്നല്ല, ചെറിയൊരു ടെക്നിക്ക്. ഇത് 100% വർക്കൗട്ട് ആവും എന്നൊന്നും അവകാശപ്പെടണില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസത്തോടു കൂടെ ചെയ്ത് നോക്കി നോക്ക്, ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. നമുക്കെല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. പഠിക്കണം, ജിമ്മിൽ പോകണം, നാളെ നേരത്തെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ. പക്ഷേ എവിടേക്കോ സ്റ്റാർട്ടിങ് ട്രബിൾ. ഒന്നും അങ്ങോട്ട് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശരിയാവണില്ല, തുടങ്ങാനും പറ്റണില്ല. ഇനി പലപ്പോഴും പലരും വിചാരിക്കണത് ഇത് മടിയാണോ എന്നാണ്. സത്യത്തിൽ ഇത് മടിയല്ല. ഇത് ശരിക്കും നമ്മുടെ തലച്ചോറ് നമുക്ക് തരുന്ന ഒരു 8ൻ്റെ പണിയാണ്. കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോണിലിരിക്കണം. അതായത് പണിയെടുക്കാനായിട്ട് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഈ തലച്ചോറ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്, ഉടനെ ഇപ്പം നല്ല ക്ഷീണമുണ്ട്, കുറച്ച് നേരം കിടക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം ഫോൺ നോക്കാം, അതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ചെയ്യാം, സീരിയസ് ആയിട്ട് തന്നെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ പിന്നത്തേക്ക് വയ്ക്കും. അതായത് ഇത് സത്യത്തിൽ നമ്മുടെ തലച്ചോറ് ആ ജോലി ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഓരോ ന്യായീകരണങ്ങളാണ്, ഓരോ കാരണങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. നാളെ കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം. നമ്മൾ 5 മണിക്ക് അലാറം വെച്ചു. 5 മണിക്ക് എഴുന്നേറ്റാലാണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കുള്ളൂ. 5 മണിക്ക് അലാറം വെച്ചു. അലാറം 5 മണിക്ക് അടിക്കുകയും ചെയ്തു. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ 2 സൗണ്ട് കേൾക്കാം. അത് ഒന്നാമത്തെ സൗണ്ട് എഴുന്നേൽക്കുക എന്നായിരിക്കും. പക്ഷെ രണ്ടാമത്തെ സൗണ്ട് 5 മിനിറ്റ് കൂടി കിടക്കാം എന്നിട്ട് എഴുന്നേൽക്കാമെന്നായിരിക്കും. നമ്മളിൽ ഭൂരിഭാഗം പേരും രണ്ടാമത്തെ സൗണ്ട് പറയുന്നതാണ് അനുസരിക്കാറുള്ളത്. ഒന്നാമത്തെ സൗണ്ട് നമ്മൾ അങ്ങോട്ട് വിടും. 5 മിനിറ്റ് കൂടി കിടക്കാം എന്നും പറഞ്ഞ് കിടന്നിട്ട് പിന്നെ അത് ചിലപ്പോൾ 1 മണിക്കൂറായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഫോൺ നോക്കിയിട്ട് ചെയ്യാം എന്നും കരുതി ഫോണും കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മിനിറ്റ് എന്നുള്ളത് അധികം വൈകാണ്ട് തന്നെ 2 മണിക്കൂറായിട്ട് മാറും. ഇവിടെയാണ് ആ റബ്ബർ ബാൻഡ് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കൈത്തണ്ടയിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിടുക. എന്നിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ പിന്നിലേക്ക് വലിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു 2 മിനിറ്റ് ഇരിക്കാം, 5 മിനിറ്റ് കിടക്കാം, ഇപ്പോൾ ക്ഷീണമുണ്ട്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൈൻഡ് വന്ന് എത്തിച്ചേരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ റിലീഫ് ആവാനുള്ള ഒരു ടെക്നിക്ക്. അതായത് നമ്മുടെ കൈത്തണ്ടയിൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിടുക. ഇങ്ങനെ ഒരു ചിന്ത വരും, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി തടസ്സപ്പെടും എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ ജസ്റ്റ് ഒരേ ഒരു പ്രാവശ്യം ആ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചു വിടും. ജസ്റ്റ് ചെറിയൊരു സ്നാപ്പ്. ഇത് നമ്മളെ വേദനിപ്പിക്കാനൊന്നല്ല, ഇത് സത്യത്തിൽ ഒരു മൈൻഡിനുള്ള ഒരു വേക്കപ്പ് സിഗ്നലാണ്. ഇത് നമ്മുടെ ശ്രദ്ധ നമ്മൾ എന്തിലാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടെ എത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതായത് ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുമ്പോൾ ആ ഒരു വേദന, ആ ഒരു സെക്കൻഡ് നമ്മുടെ ചിന്തയെ അതൊരു തടസ്സമാണ്. അതായത് 2 മിനിറ്റ് എടുക്കാം അല്ലെങ്കിൽ ക്ഷീണമുണ്ട് എന്ന ചിന്തയ്ക്ക് ഒരു ബ്രേക്ക് വരണം അവിടെ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് പോലും പിന്നെ ആലോചിക്കാൻ നിൽക്കരുത്. എന്താണോ നിങ്ങൾ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചത് ഉടനെ തന്നെ അത് പോയി ചെയ്യാം. നമുക്ക് പറ്റണ ഏറ്റവും വലിയ തെറ്റെന്തുട്ടാണെന്നറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ ആദ്യം വരണം, അതിന് ശേഷം ആക്ഷൻ എടുക്കാം എന്നാണ് പലരും വിചാരിക്കണത്. ഈ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ സ്പീച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എനർജി ആയിരിക്കും. നമ്മൾ വലിയ സംഭവമായിട്ട് ഇത് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ചാടി ഇറങ്ങും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ കാറ്റഴിച്ചു വിട്ട് ബലൂൺ പോലെ ആവുകയും ചെയ്യും നമ്മൾ. പക്ഷെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മോട്ടിവേഷനല്ല ആദ്യം വരേണ്ടത്, ആക്ഷനാണ് ആദ്യം വരേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ കാലത്ത് നേരത്തെ എഴുന്നേറ്റിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വാക്കിംഗ് പോവാം എന്ന് തീരുമാനിച്ചു. പക്ഷേ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരു മൂടുമില്ല, ഒരു സുഖമില്ല. പോവാൻ തീരുമാനിച്ചതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ശരി പോവാം എന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ശരി 10 മിനിറ്റ് ആയില്ലേ എന്ന് കരുതി നമ്മളൊരിക്കലും തിരിച്ചു പോരില്ല. നമ്മൾ വീണ്ടും നടക്കുകയുള്ളൂ. അതാണ് മോട്ടിവേഷനല്ല, ആക്ഷനാണ് അവിടെ ആദ്യം വന്നിട്ടുള്ളത്.
അതായത് ആക്ഷനാണ് ആദ്യം വരേണ്ടത്, അതിന് ശേഷമാണ് മോട്ടിവേഷൻ വരേണ്ടത്. ചെറിയ ചെറിയ വിജയങ്ങളാണ് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടണത്. ഇപ്പോൾ ഇന്നൊരു കാര്യം തീരുമാനിച്ചു, അത് ഇന്ന് ചെയ്തു, അതേ നാളെയും ചെയ്തു, മറ്റന്നാളും ചെയ്തു. ഇങ്ങനെ നമ്മൾ പറഞ്ഞ ആ ഒരു വാക്ക് പാലിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ മനസ്സിലാക്കുകയാണ്. അവിടെ നമ്മുടെ മൈൻഡിന് മനസ്സിലാവും ഇയാൾ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അവിടെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, നിങ്ങൾക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ആ വാക്ക് പാലിക്കാതാവുമ്പോൾ നിങ്ങളെ തോൽപ്പിക്കുകയാണ് ചെയ്യണത്. ജീവിതം മാറ്റണത് നമ്മളെടുക്കുന്ന വലിയ വലിയ തീരുമാനങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ മോട്ടിവേഷനൊന്നും വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ആക്ഷനാണ് ആദ്യം വേണ്ടത്, അതിനുശേഷം മോട്ടിവേഷനൊക്കെ തന്നെ പിന്നാലെ വന്നോളും. അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ എന്ന് പറഞ്ഞ് വെക്കണോ വേണ്ടയോ എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.